ഇപ്പോഴത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. കൊല്ലം കളക്ട്രേറ്റിൽ ബോംബ് ഭീഷണി. പോലീസ് പരിശോധന ആരംഭിച്ചു. ഇമെയിലിലാണ് ഭീഷണി സന്ദേശം എത്തിയത്. രാവിലെ എത്തിയ സന്ദേശം ജീവനക്കാർ ഇപ്പോഴാണ് കണ്ടത്. ദിലീപ് ദേവസ്യ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ദിലീപ് ദേവസ്യ, ഗുഡ് ഈവനിംഗ്. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? തെരച്ചിൽ തുടരുകയാണോ? ഇമെയിൽ ഗൗരവത്തോടു കൂടി തന്നെയാണോ പോലീസ് കാണുന്നത്? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് ഈവനിങ്. ഇന്ന് സംസ്ഥാനത്ത് മൂന്നാമത്തെ കളക്ട്രേറ്റിലേക്കാണ് അപ്പോൾ വ്യാജ ബോംബ് ഭീഷണി എത്തിയിരിക്കുന്നത്. രാവിലെ പത്തനംതിട്ട കളക്ട്രേറ്റിലും ഉച്ചയ്ക്ക് ശേഷം തിരുവനന്തപുരം കളക്ട്രേറ്റിലും ഇപ്പോൾ ഈ രാത്രി സമയത്ത് കൊല്ലം കളക്ട്രേറ്റിലും ബോംബ് ഭീഷണി മെയിലായിട്ട് എത്തിയിരിക്കുന്നു. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, രാവിലെ ആയിരുന്നു കൊല്ലം കളക്ട്രേറ്റിലേക്ക് ഇത്തരത്തിലൊരു വ്യാജ ബോംബ് ഭീഷണിയുണ്ട് എന്നുള്ളൊരു സന്ദേശം ഇമെയിലെത്തുകയും പക്ഷേ കളക്ടർ ഇത് കാണുന്നത് രാത്രിയാണെന്ന് 8 മണിയോടുകൂടിയാണ് കളക്ടർ ഇത് ശ്രദ്ധയിൽപ്പെടുന്നു. അതിനെ തുടർന്ന് കളക്ടർ ബോംബ് സ്ക്വാഡിന് വിവരം അറിയിക്കുകയും തുടർന്ന് ബോംബ് സ്ക്വാഡും പോലീസും എത്തി പരിശോധന അടക്കം നടത്തുകയും ചെയ്തു. ഇപ്പോൾ ഈ കളക്ടറേറ്റ് കാണുന്നത് 3 നില കളക്ടറേറ്റ് ബിൽഡിംഗ് ആണ്. ഈ 3 നിലയിലും ഇപ്പോൾ ബോംബ് സ്ക്വാഡും പോലീസും അരിച്ചു പെറുക്കുകയുണ്ടായി. പുറത്ത് നിർത്തിയിട്ട വാഹനങ്ങളിൽ ഉൾപ്പെടെ എല്ലാം തന്നെ അരിച്ചു പെറുക്കി. അവിടെ ഒന്നും കണ്ടെത്താനായില്ല. നമുക്ക് നേരത്തെ തന്നെ അറിയാം, ഇവിടെ ഒരു മുൻകാല ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതേ കളക്ടറേറ്റിൽ മുമ്പ് ഒരു ബോംബ് പൊട്ടിയ സ്ഥിതി അടക്കമുണ്ടായിരുന്നു. അപ്പോൾ ഈ കൊല്ലം കളക്ടറേറ്റിൽ അതീവ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഈ ബോംബ് ഭീഷണി കണ്ടെത്തുകയും ചെയ്തിരുന്നത്. എൻ്റെ പിന്നിൽ കാണുന്ന ഈ പ്രദേശത്ത് നിർത്തിയിട്ടിരുന്ന സർക്കാർ വാഹനങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുകയും ബോംബ് സ്ക്വാഡ് അടക്കം പരിശോധിക്കുകയും ചെയ്തു. വൈകുന്നേരം 8:00 കൂടെ തുടങ്ങിയ പരിശോധന ഏകദേശം 1 മണിക്കൂർ പിന്നിട്ടിട്ടും തുടരുകയാണ്. സാർ, എന്തെങ്കിലും കണ്ടെത്താൻ അങ്ങനെ എന്തെങ്കിലും? നമ്മൾ വേറെ പ്രത്യേകിച്ചൊന്നും അത് നമ്മളെല്ലാം ഏരിയയും ചെക്ക് ചെയ്തിട്ടുണ്ട്. വേറെ ഡോഗും ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡും കമ്പൈൻഡായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് മറ്റുള്ള കളക്ടറിൽ വന്നതുപോലെ തന്നെ ഒരു ഫേക്ക് മെസ്സേജ് ആയിരിക്കാം അല്ലേ? നമുക്ക് ഒന്നുകൂടെ നമുക്ക് പരിശോധന നമുക്കൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. രാത്രി ആയതുകൊണ്ട് ഡോക്ടർ അരുൺകുമാർ, എല്ലാ സ്ഥലവും കളക്ടറേറ്റിലെ എല്ലാ മുറികളും തുറന്ന് പരിശോധിക്കാൻ ഇവർക്ക് സാധിച്ചു. മാത്രമല്ല, ഈ കളക്ടറേറ്റിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലടക്കം പരിശോധന നടത്താൻ സാധിച്ചു. അവിടെ വേസ്റ്റുകൾ ഉണ്ടായിരുന്നു. ഈ കൂട്ടിയിട്ടിരുന്ന കടലാസുകളും പേപ്പറുകളും എല്ലാം തന്നെ അതിൻ്റെ ഉള്ളിലടക്കം പോലീസ് പരിശോധന നടത്തി. കൂടാതെ ഈ ബിൽഡിങ്ങിൻ്റെ സൈഡിൽ നിർത്തിയിട്ട് ആ വാഹനങ്ങളിലടക്കം, സർക്കാരിൻ്റെ വാഹനങ്ങളിലടക്കം പരിശോധന നടത്തി. ഈ കളക്ടറേറ്റിനോട് ചേർന്ന് തന്നെയാണ് കോടതിയുമുള്ളത്. കോടതിയുടെ ഭാഗത്തടക്കം ഇപ്പോൾ പരിശോധന നടത്തുകയും ചെയ്ത് 1 മണിക്കൂർ പരിശോധന നടത്തിയിട്ടും പോലീസിന് ബോംബ് സ്ക്വാഡിനും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. രാവിലെ എത്തിയ മെയിൽ കളക്ടർ കണ്ടത് ഉച്ചയ്ക്ക് ശേഷമാണ്, വൈകുന്നേരമാണ് എന്നുള്ളതാണ് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യവും. എന്തായാലും 3 ജില്ലാ കളക്ടറേറ്റിലേക്കും ഇന്ന് ബോംബ് ഭീഷണി ഇമെയിലായിട്ട് വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ കണ്ടെത്തിയത് കൊല്ലം ജില്ലാ കളക്ടറാണ്. ഇപ്പോൾ പരിശോധന ഏറെക്കുറെ പൂർണ്ണമായി. വ്യാജ ബോംബ് ഭീഷണിയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.